കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കുള്ള സ്വാധീനം നിസ്തുലമാണ്. എന്നാൽ സമീപകാല വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സംഭവങ്ങളുടെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ തൊഴിലാളി ഐക്യത്തെ തകർക്കുന്നതാണെന്ന ഗൗരവകരമായ ആരോപണവുമായി മുൻ മന്ത്രിയും LDF നേതാവുമായ TP രാമകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരെയും കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെയും സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിലെത്തുമ്പോൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ ചർച്ചാവിഷയമാകുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി കേരളത്തിലെ നേതൃത്വം പ്രവർത്തിക്കുന്നുവെന്നത് പുതിയൊരു വെളിപ്പെടുത്തലല്ലെങ്കിലും INTUCയെ ദേശീയ തലത്തിൽ സ്വീകരിച്ചു. പണിമുടക്കിൽ നിന്നും വിലക്കിയ നടപടി ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അണിനിരക്കുമ്പോൾ ആ ഐക്യത്തിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് കേരളത്തിൽ ശ്രമിച്ചത്. തൊഴിലാളികളുടെ പൊതുവായ ആവശ്യങ്ങൾക്കായി നടക്കുന്ന സമരങ്ങളിൽ നിന്നും സ്വന്തം പോഷക സംഘടനയെ പിന്തിരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം പ്രസക്തമാണ്. ഇത് കേരളത്തിലെ നേതൃത്വത്തിന്റെ തൊഴിലാളി വിരുദ്ധ മനോഭാവത്തെയാണ് തുറന്നുകാട്ടുന്നത്. UDF ജാഥകളിൽ പ്രകടമാവുന്ന അസ്വാഭാവികമായ ഐക്യം ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും കുറ്റ്യാടി പോലുള്ള മേഖലകളിൽ ജാഥാ പര്യടന വേളയിൽ കണ്ടുവരുന്ന ഗ്രൂപ്പുകളുടെ വഴക്കുകളും മുന്നണിയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വൻതോതിൽ വികസിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ്. ആധുനികവൽക്കരണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം മനുഷ്യന്റെ പ്രത്യേകിച്ചും തൊഴിലാളികളുടെ അധ്വാന ഭാരം ലഘൂകരിക്കുക എന്നതാകണം. പുതിയൊരു തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും കടന്നു വരുമ്പോൾ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഉൽപാദനം നടത്താനും തൊഴിലാളികൾക്ക് കൂടുതൽ വിശ്രമവേളകൾ നൽകാനും സാധിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ശാസ്ത്ര നേട്ടങ്ങളെ തൊഴിലാളികളെ പിരിച്ചുവിടാനും ശേഷിക്കുന്നവരുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയുള്ള ഇത്തരം പരീക്ഷണങ്ങൾ തൊഴിലാളി വർഗത്തെ തകർക്കുന്നതാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കാനും അവരുടെ അധ്വാന ഭാരം കുറയ്ക്കാനും ആവശ്യമായ ബദൽ മുന്നോട്ട് വയ്ക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 8 മണിക്കൂർ ജോലി എന്ന അവകാശവും ഭീഷണികളും ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം രക്തം ചീന്തി നേടിയെടുത്ത മഹത്തായ അവകാശമാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നത്. ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ ഉയർന്ന ആ മുദ്രാവാക്യം ഇന്നും ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ കരുത്താണ്. എന്നാൽ ഈ ചരിത്രപരമായ നേട്ടത്തെ അട്ടിമറിക്കാൻ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തൊഴിലാളികളെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ജോലി സമയം 14 മണിക്കൂർ വരെയാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. കോർപ്പറേറ്റ് കുത്തകകൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ തൊഴിലാളികളുടെ ജീവിതം ഹോമിക്കപ്പെടുകയാണ്. ഈ നീക്കം അത്യന്തം അപകടകരമാണ്. 8 മണിക്കൂർ ജോലി എന്ന വ്യവസ്ഥ ലംഘിക്കപ്പെടുന്നത് സാമൂഹികമായ അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും തൊഴിലാളികളുടെ ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും സാരമായി ബാധിക്കുകയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. എന്നാൽ തൊഴിലാളികളുടെ സമരവീര്യത്തെ മാനിച്ചുകൊണ്ട് ആ ജാഥ മാറ്റിവെക്കാൻ LDF തയ്യാറായി. ഇത് കേവലം ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് തൊഴിലാളി വർഗത്തോടുള്ള ആത്മാർത്ഥമായ കടപ്പാടിന്റെ അടയാളമാണ്. കോൺഗ്രസിനെ പോലെ തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് അവരെ ചേർത്ത് പിടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ സൗഹൃദമാകുമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും LDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയും നിലവിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതുമാണ്. കേന്ദ്ര സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ നയങ്ങൾ തൊഴിലാളികളെ നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഐക്യത്തോടെയുള്ള പോരാട്ടമാണ് ആവശ്യം. എന്നാൽ കേരളത്തിലെ ഈ ഐക്യത്തെ തകർക്കാനും BJPക്ക് പരോക്ഷമായി സഹായം നൽകാനുമാണ് ശ്രമിക്കുന്നത്. TP രാമകൃഷ്ണൻ ഉയർത്തിയ വിമർശനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള പൊതുസമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരാനിരിക്കുന്ന കാലങ്ങളിൽ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെ പോരാടാനും ഇടതുപക്ഷ ബദൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. 14 മണിക്കൂർ ജോലി എന്ന കിരാതമായ നിയമങ്ങൾക്കെതിരെയും തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെയും ജാഗ്രത പാലിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്.